പോകുന്നത് ഒരു കിടിലൻ കോംബോ പെർഫോമൻസാ. നമുക്ക് സ്വാഗതം ചെയ്യാം പ്രദീപ് വൈഗ, ചാത്തന്നൂർ ആൻഡ് ഉള്ളൂർ വിപിൻ. ഞാൻ പ്രധാനമായും കോമഡി ഉത്സവത്തിൽ അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദമാണ്. കണ്ണൂർ MP PK ശ്രീമതി ടീച്ചർ, അതുപോലെ കൊല്ലം MP NK പ്രേമചന്ദ്രൻ എന്നിവർ എന്നെ വിളിച്ച് അഭിനന്ദനം അറിയിക്കുകയും അതോടൊപ്പം അവരുടെ ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതൊരു കലാകാരൻ എന്ന നിലയിൽ അഭിമാനം തോന്നിയ ഒരു നിമിഷമായിരുന്നു. ഒരു അഭ്യസ്ത വിദ്യന് ഒരു ഗവൺമെന്റ് ജോലി കിട്ടുന്നതിന് തുല്യമാണ് ഒരു മിമിക്രി ആർട്ടിസ്റ്റിന് കോമഡി ഉത്സവത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത്. അതോടൊപ്പം ഉത്സവം സൂപ്പർ സ്റ്റാറിൽ വരിക എന്ന് പറയുമ്പോൾ അത് ജോലിയിൽ കിട്ടുന്ന ഒരു പ്രൊമോഷനെ പോലെയാണ്. അപ്പോൾ ഈ ഉത്സവം സൂപ്പർ സ്റ്റാറിൽ അവസരം തന്ന അല്ലെങ്കിൽ ഇത് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഒരുപാട് നന്ദി. നമസ്കാരം. നമസ്കാരം. ഹലോ നിസന്റേട്ടാ, സീമ ചേച്ചി, വിശേഷങ്ങൾ അറിയണോ? എന്താ ചെയ്യാൻ പോകുന്നത്? ഞങ്ങള് മിമിക്രി ഒരു ന്യൂസ് അവറാണ്. മലയാള സിനിമയെ കുറിച്ചുള്ള ഒരു ന്യൂസ് അവർ. നമസ്കാരം, ഞാൻ നികേഷ് കുമാർ. ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂസ് അവർ ചർച്ച ചെയ്യുന്നത് മലയാള സിനിമയെ കുറിച്ചാണ്. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മലയാള സിനിമാ താരങ്ങളല്ല, മറിച്ച് രാഷ്ട്രീയ പ്രമുഖരായ വ്യക്തിത്വങ്ങളാണ്. അവരെ നമുക്ക് സ്റ്റുഡിയോയിലും ടെലിഫോണിലായാലും ഒക്കെ പ്രതീക്ഷിക്കാം. ആദ്യം ശ്രീ VS അച്യുതാനന്ദൻ, എന്താണ് അങ്ങേക്ക് മലയാള സിനിമയുടെ ഇത്രയും കാലത്തെ വളർച്ചയെ എങ്ങനെ നോക്കിക്കാണാൻ സാധിക്കും? ശ്രീ VS അച്യുതാനന്ദൻ. മലയാള സിനിമയെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ നല്ല ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ മോഹൻലാൽ അനശ്വരമാക്കിയ ഒരു സിനിമയാണ് നരസിംഹം. അതിലെ ഒരു ഹിറ്റ് ഡയലോഗാണ്, അതിമോഹമാണ് മുനെ ദിനേശ, അതിമോഹമാണ് എൻ്റെ അച്ഛൻ്റെ ചിത കത്തി തീരും വരെ ഐസ് ഉണ്ടാകുമെന്ന മോഹം. അത് തെറ്റാണെന്ന് തോന്നുമ്പോൾ ദീവാ, അച്ഛൻ്റെ കാലേന്ന് 1 2 നഖം വെട്ടി നിരത്തി തരാം. 5-6 കൊല്ലത്തെ ഇടവേള കഴിഞ്ഞ് വള്ളി ചൂടാൻ വന്നിരിക്കുകയാണ്. 5-6 കൊല്ലം എന്ന് പറയുമ്പോൾ കൊല്ലം സ്റ്റുഡിയോയിൽ നിന്നും നമ്മോടൊപ്പം NK പ്രേമചന്ദ്രൻ MP ടെലിഫോൺ ലൈനിൽ ചേർന്നു. ശ്രീ NK പ്രേമചന്ദ്രൻ, എന്താണ് അങ്ങേക്ക് മലയാള സിനിമയുടെ കാഴ്ചപ്പാട്? മലയാള സിനിമയെ സംബന്ധിച്ച് പറയുമ്പോൾ മലയാള സിനിമയെക്കാളുപരി മലയാള സിനിമാ നടന്മാരോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. എടുത്തു പറയുന്നത് കൊല്ലത്തുള്ള ഒരു നടനാണ് ശ്രീ സുരേഷ് ഗോപി അനശ്വരമാക്കിയ കമ്മീഷണർ എന്ന ചിത്രത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് ഡയലോഗാണ് ഈ നിമിഷത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്. മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാനം വെട്ടിവിഴുങ്ങി ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടി വച്ചിരിക്കുന്ന നിന്നെ പോലെയുള്ള സ്നോബുകൾക്ക് മാത്രമേ ആ പേര് ചേരൂ. എനിക്കത് ചേരില്ല. ഐ ആം പ്രേമചന്ദ്രൻ IPS. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. റിമെമ്പർ ദാറ്റ് എന്ന് പറയുമ്പോൾ ഓർമ്മയെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടിയിരിക്കുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങനെ മലയാള സിനിമയെ നോക്കിക്കാണുന്നു? എന്നോട് ചോദിച്ച ചോദ്യം എന്താ? മലയാള സിനിമയെ കുറിച്ചുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് വേറൊരു നല്ലൊരു കാര്യം പറയാനുണ്ട്. മലയാളത്തിൽ കുറേ സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ. ചില സിനിമകളുടെ പേര് നോക്കുമ്പോൾ നീക്കോ നാച്ച, നാക്കോ നീച്ച എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ടല്ലോ. അതൊന്നും എനിക്ക് ഇഷ്ടമാവുന്ന സിനിമകളെ അല്ല. എനിക്കാകെ ഇഷ്ടപ്പെട്ടത് മഞ്ജു നായർ അഭിനയിച്ച ഒരേ ഒരു സിനിമയാണ് സുധാകരന്റെ ഉജാല. ഉജാലയല്ല, ഫെവിക്കോള്. താനെന്തൊക്കെയാണോ ഇന്ന് പുലമ്പുന്നത്? അങ്ങനെയാണെങ്കിൽ വേറൊരു സിനിമയുണ്ടല്ലോ, മോഹൻലാലിന്റെ ഹിറ്റ് സിനിമ മാമ. മാമ എന്നല്ല, എന്തെങ്കിലും പറയുന്നെങ്കിൽ വളരെ വ്യക്തമായിട്ട് സ്ഫുടമായിട്ട് പറയണം. മാമ എന്നല്ല, അതിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ടൂമ. മറ്റൊരു കാര്യം, മലയാള സിനിമയിൽ 1-2 ഗാനങ്ങളുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. എനിക്കിഷ്ടപ്പെട്ട 1-2 ഗാനങ്ങളുണ്ട്. ആദ്യമായി മഞ്ഞൾ പ്രസാദവും നെറ്റിയിലൂടെ വലിച്ചു വാരി തേച്ച് മഞ്ഞക്കുറിയുമുണ്ട് വലിച്ചു വാരി അവളോടൊക്കെ ചുറ്റി. പിന്നെ അതുപോലെ മറ്റൊരു ഗാനമുണ്ട്, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമായ ഒരു ഗാനം. അതിനകത്ത് പ്രധാനപ്പെട്ടൊരു കുഴപ്പമെന്ന് പറയുന്നത് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശരിക്കും മഞ്ഞക്കിളി മൂളിപ്പാട്ടല്ല പാടേണ്ടത്, വാ തുറന്ന് നല്ല വൃത്തിയായിട്ട് പാടണം, എന്നാലേ ആ പാട്ടിന്റെ സുഖം വരത്തുള്ളൂ. അത് ഞാൻ മഞ്ഞക്കിളിയെ കാണുമ്പോൾ ആ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞോളാം. നമ്മുടെ ഇപ്പം കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും BJP നേതാവ് ശ്രീ K സുരേന്ദ്രൻ ചേർന്നു. ശ്രീ K സുരേന്ദ്രൻ, എന്താണ് അങ്ങേക്ക് മലയാള സിനിമയെ കുറിച്ചൊരു പരാതിയുണ്ട് എന്ന് കേൾക്കാനിടയായല്ലോ? എന്താണത്? നികേഷ്, വ്യക്തമായ രീതിയിൽ എനിക്കൊരു പരാതിയുണ്ട്. നിങ്ങൾ എന്തിനാണ് ഈ സൂപ്പർ താരങ്ങളെ മാത്രം തലയിലേറ്റ് നടക്കുന്നത്? നിങ്ങൾ ഒറ്റയ്ക്ക് സിനിമാ താരമായി, ഒറ്റയ്ക്ക് സ്റ്റാറായി വന്നിട്ടുള്ള താരങ്ങളെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? എന്റെ നാട്ടിൽ നിന്നൊരു താരം വന്നല്ലോ, എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം. ഒരു കോഴിയുടെ നിറം കറുപ്പാണെന്ന് കരുതി അതിടുന്ന മുട്ടയുടെ നിറം കറുപ്പാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ആകാശത്തുകൂടെ പറക്കുന്ന പറവയെ ഏണി വെച്ച് പിടിക്കാൻ ശ്രമിച്ചാൽ അത് പണിപ്പാളും. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സൂചിപ്പിക്കുന്നു. ഇനി എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് രേഖകൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വന്ന് കണ്ടാൽ മതി. എല്ലാത്തിൻ്റെ വ്യക്തമായ രേഖകൾ ഞാൻ തരുന്നതായിരിക്കും. നന്ദി ശ്രീ K സുരേന്ദ്രൻ. നമ്മോടൊപ്പം
AK ആന്റണി സാർ ചേരുന്നു. ശ്രീ AK ആന്റണി സാർ, ഏത് ഡയലോഗാണ് താങ്കൾക്ക് മലയാളത്തിൽ വളരെയേറെ ഇഷ്ടമായ ഡയലോഗ് ഉള്ളത്? മലയാള സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പഴയ സിനിമകളും പുതിയ സിനിമകളും ഒക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എങ്കിലും ഈ അടുത്ത സമയത്ത് ഇറങ്ങി പൃഥ്വിരാജിൻ്റെ സിനിമയിലെ ഒരു ഡയലോഗ് നിങ്ങൾക്കായിട്ട് ഞാൻ അവതരിപ്പിക്കാം. ഈ പുഴയുടെ കര പിടിച്ച് കിടന്ന അത് അറബിക്കടല. അതിന് എത്ര കടവത്ത് ഏതൊക്കെ തോണിക്കാരും കുച്ചു നിർത്തിയാലും ഇടവഴിഞ്ഞ പുഴ അറബിക്കടലത്ത് തന്നെ ചെയ്യും. ഐ എം ഗോയിങ് ടു ബ്രേക്ക് ആൾ കൺവെൻഷണൽ കോൺഷ്യസ് സെക്രട്ടറി. താങ്കൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? താങ്കൾ പറയുന്ന ഒരുപക്ഷെ മലയാളികൾക്ക് മനസ്സിലായില്ലെങ്കിലും മലയാളികൾക്ക് ഈയിടെ ഒരുപാട് മനസ്സിലാക്കി കൊടുത്ത ഒരാൾ നമ്മോടൊപ്പം ചേരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ, അങ്ങ് മലയാളികളെ ഏറെയധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയായതുകൊണ്ട് എങ്ങനെ മലയാള സിനിമയുടെ വളർച്ചയെയും തളർച്ചയെയും താങ്കൾ നോക്കിക്കാണുന്നു? മലയാള സിനിമയിലെ ഡയലോഗ് കടമെടുത്ത് പറയേണ്ട കാര്യം എനക്കില്ല. ഞാൻ സ്വന്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കായിട്ട് പറയാം. നിങ്ങളുടെ ബദലെന്ത് എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ബദൽ. ഇതിനൊക്കെ കൂടിയാണ് ഈ നാടിന്റെ വികസനം എന്ന് പറയുന്ന വികസനം ഉറപ്പുവരുത്താൻ കഴിയുക. ഒരുപക്ഷെ താങ്കളുടെ ഈ ഒരു നിലപാടുകൾ കൊണ്ട് തന്നെയായിരിക്കാം മലയാളികൾ താങ്കൾ പറയുന്നതിന് മറ്റൊരു മറുവാക്ക് പറയാത്തത്. ഒരുപക്ഷെ ന്യൂസ് അവറിനും മറ്റൊരു വാക്ക് താങ്കളോട് പറയാനില്ല എന്നോട്ട് തന്നെ ന്യൂസ് അവർ അവസാനിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസലായിട്ട് പെർഫോം ചെയ്തു. ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. ഇന്നസെന്റ് ഏട്ടാ, വളരെ നന്നായി രണ്ടാളും പറഞ്ഞു. മാത്രമല്ല, നമ്മൾ ഒരുപാട് പേര് ഇതൊക്കെ പറയണത് കേട്ടിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞതിൽ തന്നെ ചില ആളുകളുടെ പറയുന്ന രീതി മറ്റു പലരെക്കാളും അത് എല്ലാവരുടെയും ഓക്കെ ആവണമെന്നില്ല. പക്ഷെ ചില ആളുകളൊക്കെ അവരെക്കാളും നന്നായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഇവർ പറയുന്ന ഭാഷ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഈ രാഷ്ട്രീയത്തിനെ കുറിച്ചുള്ള ഇതൊക്കെ ചേട്ടന് മാത്രമല്ലേ അറിയൂ. ചേട്ടനല്ലേ ഓരോന്ന് പറഞ്ഞു തരുന്നത്. എനിക്ക് അസലായിരുന്നു, സൂപ്പറായിരുന്നു, നന്നായി. ഓൾ ദി ബെസ്റ്റ്. പറയൂ, പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കോമഡി ഉത്സവത്തിൽ വന്നതിന് ശേഷം ഒരു സീരിയലിൽ ഒരു വേഷം ചെയ്തു. അതിനുശേഷം ഒരു ഷോർട്ട് ഫിലിം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനുവരിയിൽ ഷൂട്ട് തുടങ്ങുന്ന ഒരു സിനിമയിൽ ഒരു വേഷം പറഞ്ഞു വെച്ചിട്ടുണ്ട്. കുറെ 4-5 ഉദ്ഘാടന പരിപാടികൾ ചെയ്തു. അങ്ങനെ കുറച്ച് നല്ല അനുഭവങ്ങളുണ്ട്. ഇവിടെ സുഖം. കുറേയേറെ പ്രോഗ്രാമുകൾ തന്നെ ചെയ്തു കുറേ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഉദ്ഘാടനങ്ങൾ ഒക്കെ നമ്മളൊക്കെ പണ്ടൊക്കെ ഒരുപാട് പിന്നിൽ നിന്ന് കണ്ടിട്ടുള്ള വേദിയിൽ നമുക്ക് കയറിയിരിക്കാനുള്ളൊരു അവസരം കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു തറവാട്ട് പേരാണ്. വലിയ അഭിമാനമാണ്. അതൊരു പേര് പറയുന്ന സമയത്ത് കോമഡി ഉത്സവത്തിൽ ആർട്ടിസ്റ്റാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന വില, അംഗീകാരം അത് വളരെ വലുതാണ്. എന്നും കടപ്പെട്ടിരിക്കും. വാരിയർ 10 കാഷ്വൽസിന്റെ കൊച്ചു സമ്മാനം.